എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം നടന്നത് ഡിസംബർ 6-നായിരുന്നു. 2018 ഡിസംബർ 6-ന് നടന്ന എക്സാമാണ്. ഇതും മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെയാണ്. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തതും ഒരു ഓൺലൈൻ എക്സാം ആയിരുന്നു. ഇതും ഓൺലൈൻ എക്സാം തന്നെയായിരുന്നു. മെഡിക്കൽ എഡ്യൂക്കേഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റേഡിയോ തെറാപ്പി അതിലായിരുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The Chilka Lake lies in the state of Chilka Lake lies in the state of Chilka Lake ഏത് സ്റ്റേറ്റിലാണുള്ളത്? ഗുജറാത്ത്, ജമ്മു ആൻഡ് കാശ്മീർ, രാജസ്ഥാൻ, ഒറീസ. ഓക്കെ, അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഒറീസ അല്ലെങ്കിൽ ഒഡീഷയാണ് ചിൽക്ക ലേക്ക് ഉള്ള സ്ഥലം. ഓക്കെ, അപ്പോൾ ചിൽക്ക ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേക്കാണ് ഏത്? ചിൽക്ക ലേക്ക്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ ലേക്ക് ഏതാണെന്ന് ചോദിച്ചാലും അത് ചിൽക്ക ലേക്കാണ്. കാരണം ചിൽക്ക ലേക്ക് സോൾട്ട് വാട്ടർ ലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേക്കാണ് ചിൽക്ക ലേക്ക്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലുള്ള വൂളാർ ലേക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ജമ്മു ആൻഡ് കാശ്മീരിലെ വൂളാറാണ്. അതും കൂടി ഓർത്തു വയ്ക്കുക. The Tropic of Cancer does not pass through. The Tropic of Cancer does not pass through. അപ്പോൾ ടോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്ന രാജ്യങ്ങളല്ല, സംസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ പഠിക്കാനുള്ള, അത് പാസ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ പഠിക്കാനുള്ള ഒരു എളുപ്പവഴിയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇതിൽ ഒറീസ, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ത്രിപുര എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് ആൻസർ? ഒറീസയാണ്. ഞാനൊരു കോഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് MGR 3 തവണ CPM ചേർന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഷോർട്ട് കട്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ കുറേ ഷോർട്ട് കട്ട്സ് പറഞ്ഞിട്ടുണ്ട്, അതിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ പെടാത്തത് ഒറീസയാണ്. അടുത്തത് the eastern most എന്നാണ് കേട്ടോ. അത് the eastern most longitude of India is. ഇന്ത്യയുടെ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഏതാണ്? ഇതിൽ -68 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്, -77, -82, -97. ഇതിൽ ഇന്ത്യയുടെ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ -68.7 ഡിഗ്രി ഈസ്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നോക്കുമ്പോൾ അത് മനസ്സിലാകും. ഇനി അടുത്തത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് സിക്കിം. ദേ ഹാവ് കോമൺ ഫ്രോണ്ടിയേഴ്സ് വിത്ത്. ഈ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, സിക്കിം എന്നിവയ്ക്ക് കോമൺ ആയിട്ട് അതിർത്തിയുള്ളത് ഏതാണ്? നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, മ്യാൻമാർ. ഇതിൽ ഓപ്ഷൻ എ, അതായത് നേപ്പാളാണ് കറക്റ്റ് ആൻസർ. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് സിക്കിം ഇതിനൊക്കെ കോമൺ ആയിട്ട് അതിർത്തി വരുന്നത് നേപ്പാളിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൈറ്റ് ഓഫ് ദ മൗണ്ടെയിൻ പീക്ക് നന്ദാദേവി ഈസ് ഡാഷ് മീറ്റർ. മൗണ്ടെയിൻ പീക്കായ നന്ദാദേവിയുടെ നീളം അല്ലെങ്കിൽ ഉയരം, അതിൻ്റെ ഹൈറ്റ് ഡാഷ് മീറ്റർ, എത്ര മീറ്റർ ആണ്? ദ ഹൈറ്റ് ഓഫ് ദ മൗണ്ടെയിൻ പീക്ക് നന്ദാദേവി ഈസ് ഡാഷ് മീറ്റർ. 8,598, 7,817, 8,172, 7,756. ഇതിൽ എത്രയാണ് ദ ഹൈറ്റ് ഓഫ് ദ മൗണ്ടെയിൻ പീക്ക് വരുന്നത്? ഓപ്ഷൻ ബി ആണ് 7,817 നന്ദാദേവിയുടെ ഹൈറ്റ് വരുന്നത്. 7,817. വിച്ച് 5-year പ്ലാൻ ഇൻട്രൊഡ്യൂസ്ഡ് IRDP ആൻഡ് NREP? IRDPയും അതുപോലെ NREPയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത 5-year പ്ലാൻ ഏതാണ്? 7th, 6th, 5th, 4th ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്. 6th ആണ്. 6th പ്ലാനിലാണ്, 6th 5-year പ്ലാനിലാണ് IRDP ആൻഡ് NREP വന്നത്. ദ ബുക്ക് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ വാസ് റിട്ടൺ ബൈ. ആരാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത്? PC മഹലനോബിസ്, ഡോക്ടർ KM രാജ്, M വിശ്വേശ്വരയ്യ, ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇതിൽ ആരാണ് എഴുതിയത്? M വിശ്വേശ്വരയ്യ. അദ്ദേഹമാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എഴുതിയത്. ഇന്ത്യയുടെ പ്ലാനിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും M വിശ്വേശ്വരയ്യയാണ്. ദ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് FERA was enacted in the year. The Foreign Exchange Regulation Act FERA was enacted in the year. എന്നാണ് ഫെറ നിലവിൽ വന്നത്? 1969, 1970, 73, 71
ഓക്കെ, അതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1973 ദ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഈ 1973 ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞത് നമ്മുടെ ടൈഗർ പ്രൊട്ടക്ഷൻ, ഓക്കെ, പ്രൊജക്ട് ടൈഗർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്നത് 1972 73 അതാണ് ഞാൻ ഓർത്തത്, 1973. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിലൊരു ചോദ്യത്തിൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ ആണ്, ഇത് കേരള PSC ഇറക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഫൈനൽ ആൻസർ കീ തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കമൻറ്റ് ചെയ്തിട്ട് അത് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കണം. ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതിൽ തെറ്റായിട്ടായിരുന്നു നമ്മൾ ആൻസർ പറഞ്ഞത്. കാരണം അതിൽ ഫൈനൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഹൂ പ്രസന്റഡ് ദ ഫസ്റ്റ് ബജറ്റ് ഇൻ കേരള അസംബ്ലി? കേരള നിയമസഭയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? PK കുഞ്ഞു, C അച്യുതമേനോൻ, R ശങ്കർ, KR ഗൗരി. ആരാണ്? C അച്യുതമേനോനാണ് ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ആനമുടി ദ ഹയസ്റ്റ് പീക്ക് ഇൻ കേരള ഈസ് ഇൻ ഡാഷ് താലൂക്ക്? കേരളത്തിലെ ആനമുടി ദ ഹയസ്റ്റ് പീക്ക് ഇൻ കേരളയാണ്. അത് ഏത് താലൂക്കിലാണ്? മൂന്നാർ, പീരുമേട്, ദേവികുളം, ചിറ്റൂർ. ഏത് താലൂക്കിലാണ്? ആനമുടി ദേവികുളം താലൂക്കിലാണ്. ഇടുക്കിയിൽ ദേവികുളം താലൂക്കിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ ബുക്ക് ജാതി നിർണയം? ആരാണ് ജാതി നിർണയം എന്ന ബുക്ക് എഴുതിയത്? ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യ വൈകുണ്ഠാർ, കുമാരനാശാൻ. ഇതിൽ ആരാണ് ജാതി നിർണയം എഴുതിയത്? ശ്രീനാരായണ ഗുരുവാണ് ജാതി നിർണയം എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ പ്രൊപ്പഗേറ്റർ ഓഫ് ദ ഐഡിയ ആനന്ദജാതി? ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചത് ആരാണ്? ഹൂ ഈസ് ദ പ്രൊപ്പഗേറ്റർ ഓഫ് ദ ഐഡിയ ആനന്ദജാതി? അയ്യങ്കാളി, വാഗ്ഭടാനന്ദ, ബ്രഹ്മാനന്ദ ശിവയോഗി, പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ ഈ ആനന്ദ എന്ന് കാണുന്നതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്തത്, ഹൂ ട്രാൻസ്ലേറ്റഡ് ദ ആത്മോപദേശ ശതകം ഓഫ് ശ്രീനാരായണ ഗുരു ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ആരാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, തൈക്കോട് അയ്യ, നടരാജഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ ശിഷ്യനായിരുന്ന നടരാജഗുരുവാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷിലേക്ക്. അടുത്ത ചോദ്യം, C. കേശവൻ മെയ്ഡ് ദ കോഴഞ്ചേരി സ്പീച്ച് ഇൻ ദ ഇയർ? കോഴഞ്ചേരി സ്പീച്ച് C. കേശവൻ നടത്തിയത് ഏത് വർഷമാണ്? 1932, 1933, 1935, 1936. ഏത് വർഷമാണ് കോഴഞ്ചേരി സ്പീച്ച് നടത്തിയത്? 1935. അടുത്തത്, ചിത്രലേഖ ഈസ് റിട്ടൺ ബൈ? ആരാണ് ചിത്രലേഖ എഴുതിയത്? പണ്ഡിറ്റ് കറുപ്പൻ, കുമാരനാശാൻ, തൈക്കോട് അയ്യ, വാഗ്ഭടാനന്ദ. ആരാണ് ചിത്രലേഖ എഴുതിയത്? ഓപ്ഷൻ എ ആണ് പണ്ഡിറ്റ് കറുപ്പനാണ് ചിത്രലേഖ എഴുതിയത്. അടുത്തത്, ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ബൈ ദ സർവേ ഓഫ് 2018. 2018 സർവേ അനുസരിച്ച് ദ ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ ഏതാണ്? ഭോപ്പാൽ, ചണ്ഡീഗഡ്, ലക്നൗ, ഇൻഡോർ. ഇതിലേതാണ്? ഇൻഡോർ ആണ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ 2018 കണക്കനുസരിച്ച്. ഹൂ വൺ ദ ഓറഞ്ച് ക്യാപ്പ് ഫോർ ലീഡിംഗ് റൺ സ്കോറർ ഓഫ് ദ IPL ടൂർണമെൻറ്റ് 2018? അപ്പോൾ IPL ടൂർണമെൻറ്റ് 2018 ആരാണ് ലീഡിംഗ് റൺ സ്കോററിനുള്ള ഓറഞ്ച് ക്യാപ്പ് നേടിയത്? കെയ്ൻ വില്യംസൺ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, AB ഡെവിലിയേഴ്സ്. ആരാണ്? കെയ്ൻ വില്യംസൺ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ബാങ്ക് വാസ് ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ATMs ടു ദ വേൾഡ്? വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ATMs ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണ്? ഹോങ്കോങ് ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്,
സിറ്റി ബാങ്ക്, ബാങ്ക് ഓഫ് അമേരിക്ക. ഏത് ബാങ്കാണ്? ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് സിറ്റി ബാങ്കാണ് ആദ്യമായിട്ട് ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The 105th Indian Science Congress was held in 2018 at 105ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്നാണ് നടന്നത്? 105ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 2018 നടന്നത് ഭുവനേശ്വർ, ബംഗളൂരു, ഭോപ്പാൽ, ഇംഫാൽ. ഇതിലെവിടെയാണ്? ഇംഫാലിലാണ് നടന്നത്. അടുത്ത ചോദ്യം, ദ ലാസ്റ്റ് ചോദ്യമാണ്. ദ വിന്നർ ഓഫ് JC ഡാനിയൽ അവാർഡ് 2017. ദ വിന്നർ ഓഫ് JC ഡാനിയൽ അവാർഡ് 2017. 2017 JC ഡാനിയൽ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? അടൂർ ഗോപാലകൃഷ്ണൻ, ശ്രീകുമാരൻ തമ്പി, MK അർജുനനാണത്, KG ജോർജ്. ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ B ആണ്, ശ്രീകുമാരൻ തമ്പി. സോ ഇത്രയാണ് 20 ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. അപ്പോൾ ആരും ഇതിൻ്റെ PDF വേണമെന്ന് ആവശ്യപ്പെട്ടില്ല. PDF വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. കമൻറ്റിൽ ഞാൻ റിപ്ലൈ ആയിട്ട് ലിങ്ക് തരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ബെല്ലൈക്കണും പ്രസ് ചെയ്തിട്ടൊന്ന് നോക്കണം. എന്നാലാണ് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുകയുള്ളൂ. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ.